എന്നായി ഞാൻ ട്യൂഷൻ കുട്ടികൾ വരാൻ വേണ്ടി നോക്കിയിരിക്കുക. 3 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇന്ന് കാലത്ത് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ന്യൂസ് കണ്ടില്ലേ, ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നത്. എന്താ പറയുക, അമ്മ ജന്മം തന്നതുകൊണ്ടാണെന്നാണ് പറയണേ, അമ്മയുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് അല്ലേ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മയക്കുമരുന്നിന് അടിമയായി എന്നും പറഞ്ഞുകൊണ്ടാണ്. ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ അറിയുന്ന കുട്ടികൾ ഇവിടെ, ഞാൻ കുറച്ച് പതുക്കെ കേട്ടോ പറയണേ, ഇവിടെ അടുത്തറിയണ കുട്ടികളൊക്കെ ഇതുപോലെ, കാരണം സ്കൂളിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടലും. ഈ കുട്ടികൾക്കൊക്കെ മയക്കുമരുന്നിൻ്റെ ആ മിഠായിയുടെ പേരറിയാം. പിന്നെ എന്താ പറയുക, ആ ഒരു വയലൻ്റ് ആവണ സ്വഭാവം ഒത്തിരി കുട്ടികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ ഇത് ചില കുട്ടികൾ ഇവിടെ ട്യൂഷനൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ചുണ്ട് ഇവിടെ ഉള്ളിൽ ഇന്നലെ ഒരു കൊച്ചിൻ്റെ ചുണ്ടിൻ്റെ പൊട്ടിച്ചേക്കണു, കൈമ പൊട്ടിയേക്കണു, കാല് പൊട്ടിയേക്കണു, അപ്പോൾ ഇടി കൂടിയതാണെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ടീച്ചറൊന്നും പറയില്ല എടാന്ന് ചോദിച്ചു. അപ്പോൾ പറയാം, ടീച്ചറൊന്നും പറയാറില്ല. ടീച്ചർ എങ്ങനെ പറയും, ശിക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ കേസല്ലേ. എവിടെയെങ്കിലും കുട്ടികളെ ചിലപ്പോൾ ഇതുപോലുള്ള ഇതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ അപ്പോൾ അത് കേസാവും. അപ്പോൾ പിന്നെ അവർ ശിക്ഷിക്കില്ല. സ്കൂളിൽ കുട്ടികൾ ഇങ്ങനെ എന്ത് ചെയ്താലും അവർ കണ്ണടച്ച് വിടുകയാണ്. കാരണം അവർക്ക് ഇതിൻ്റെ പുറകെ പോകാൻ വയ്യ, അതുകൊണ്ടാണ്. വളരെ കഷ്ടമല്ലേ അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു മകനെ വളർത്തി വലുതാക്കി എടുത്ത് കഷ്ടപ്പെട്ട്, അതും ട്യൂമറുള്ളതാണെന്ന് ഓർക്കണം. ട്യൂമർ വന്ന ഒരു പേഷ്യൻ്റാണത്. ഇതാണ് നാട്, നമ്മുടെ നാടെന്ന് പറഞ്ഞതില്ലേ. കണ്ടാലും എന്ത് കണ്ടാലും കാണാതെ നടന്നോളണം. കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപദേശിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. അത് ശരിയാണ്, സ്വാഭാവികമാണ്. കാരണം എല്ലാവരും കുടുംബമായിട്ട് നടക്കുന്നവർ, എല്ലാവർക്കും കുടുംബമുള്ളവരാണ്. ഇതിൻ്റെ പുറകിൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് കളിക്കുന്നുണ്ട്. അത് വേണ്ടവർ വേണ്ടപ്പെട്ടവരുടെ രീതിയിൽ ഇതിനൊക്കെ എതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഈ നാട് നന്നാവും, കുട്ടികൾ നന്നാവും അല്ലേ. ഇങ്ങനത്തെ കുട്ടികളെ കൂടുതലും വഴിതെറ്റിക്കണത് അതുപോലെ ആൾക്കാരുണ്ട്. അത് കുടുംബവും വേണ്ട, അച്ഛനും വേണ്ട, അമ്മയും വേണ്ട എന്നുള്ള മട്ടിൽ നടക്കുന്ന കുറേ പേരുണ്ട് ജനങ്ങൾ. നമ്മൾ തിരിച്ചറിയണില്ല അവരെയൊക്കെ, അതാണ്. അങ്ങനെയുള്ളവരാണ് ഈ കൂടുതലും ഇങ്ങനെയുള്ള കുട്ടികളെ വഴിതെറ്റിക്കണത്. പിന്നെ കച്ചവടക്കാർ അവരുടെ കടയിൽ മിഠായി പോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കണത്, അവർക്ക് അവർ വിചാരിച്ചാൽ മതി, അവരങ്ങനത്തെ മിഠായി വെക്കില്ല എന്ന് വിചാരിച്ചാൽ അത് അവരും ചെയ്യില്ല. അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടി അവരും അങ്ങനത്തെ മിഠായിയൊക്കെ വിൽക്കണം, കുട്ടികൾക്ക് കൊടുക്കണം, വിളിച്ചു കൊടുക്കണം ഓരോരുത്തരും അല്ലേ. എന്നാൽ അവരറിയില്ല അവരുടെ കുടുംബത്തിൽ ഒക്കെയാണ് ഈ പൈസ കൊണ്ടുപോകുന്നത്. ആ കുട്ടികൾ, ഈ ഓരോ കുട്ടികളുടെയും മനസ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെയാണല്ലോ ഓരോരുത്തരും ചെയ്യണതല്ലേ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പെൺകൊച്ചുങ്ങൾക്ക് മാത്രമല്ല, ആൺകുട്ടികളെയും നമ്മൾ പുറത്ത് വിടാൻ പേടിക്കുന്നുള്ള മട്ടാണ്. നേരായ രീതിയിൽ നടക്കുന്നവർ, കുടുംബം നോക്കി നടത്തുന്നവരാണെങ്കിലും അവർ ആൺമക്കളെ പുറത്ത് വിടാൻ പോലും ഒരു കൂട്ടുകൂടി വിടാനോ പുറത്തേക്ക് വിടാനോ പേടിയായ ആ ഒരു അവസ്ഥയിലെത്തി നമ്മുടെ നാട്. എന്തായാലും വരുന്നത് പോലെ വരട്ടെ, നമുക്ക് നമ്മുടെ മക്കളെ സൂക്ഷിക്കാം. ഓരോരുത്തരും അവരവർ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. കുട്ടികൾ, നമ്മൾ പറയുമല്ലോ പുറത്തിറങ്ങി ശീലിക്കട്ടെ, അല്ലെങ്കിൽ പുറത്തിറങ്ങി കളിച്ച് ശീലിക്കട്ടെ എന്ന് പറയും. പക്ഷേ എങ്ങനെ കളിക്കാൻ വിടും ഇങ്ങനെയുള്ളവർ? കുട്ടികളുടെ ഭാവി എല്ലാവരുടെയും കയ്യിലാണ്, നമ്മുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ മാത്രമല്ല അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ കുട്ടികൾ വരാറായി. ഞാനപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി അത് കണ്ടപ്പോൾ. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ന്യൂസ് കേട്ടപ്പോൾ കുറേ നേരം കേട്ടിരുന്നപ്പോൾ തോന്നി, ഇങ്ങനെയുള്ള മയക്കുമരുന്നിൻ്റെ ഒരു ഇത് കണ്ടാണല്ലോ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയി പോണേ എന്നുള്ളത്. അപ്പോൾ നാളെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം കേട്ടോ. അതുവരെ